കർത്താവിന്റെ പരിശുദ്ധമായ നാം വാഴ്ത്തപ്പെട്ടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ധന്യനായ യേശു കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരമായി വിശുദ്ധ വേദപുസ്തകത്തിൽ വേദഭാഗമായി ആഗ്രഹിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദമേറ്റി വായിക്കും. കർത്താവായ യേശു ക്രിസ്തു പത്രോസിനോടും കൂടെ ഉണ്ടായിരുന്നവരോടും പറയുന്ന ഒരു വാക്യമാണ്, എന്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ കെട്ടിക്കുന്നവരാണ്. മത്തായിലും മർക്കോസിലും അതുപോലെ സുവിശേഷങ്ങളിലും വളരെ അർത്ഥസമ്പുഷ്ടമായി വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്ന, എഴുതപ്പെട്ടിരിക്കുന്ന ഒരു വേദഭാഗമാണ് നാം വായിച്ചത്. യേശു ഗലീല കടൽപ്പുറത്തുകൂടെ യാത്ര ചെയ്യുമ്പോൾ ചില പ്രിയപ്പെട്ടവരെ കാണുകയാണ്. 3 സുവിശേഷങ്ങളും കൂടി ചേർത്ത് പഠിക്കുമ്പോൾ രാത്രി മുഴുവനും വല വീശിയിട്ട് ഒരു മത്സ്യം പോലും കിട്ടാതെ കടൽക്കരയിൽ നിന്നുകൊണ്ട് പടകും വലയും വൃത്തിയാക്കുന്ന ശിമോനെയും കൂട്ടരെയാണ് കാണുന്നത്. വളരെ ശ്രദ്ധിക്കണം. രാത്രി മുഴുവനും വല വീശിയിട്ടുണ്ട്. അധ്വാനങ്ങൾക്കൊരു കുറവുമില്ല, ചെയ്യുന്നതിൽ ഒരു കുറവുമില്ല, റെസ്റ്റില്ലാതെ അവർ അധ്വാനിച്ചിട്ടുണ്ട്. പക്ഷേ രാവിലെ ഭവനത്തിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ തക്കവണ്ണം ഒരു നന്മ കയ്യിലില്ലാതെ നിൽക്കുന്ന പത്രോസിനെയും കൂടെയുള്ളവരെയും യേശു കാണുകയാണ്. വളരെ ശ്രദ്ധിക്കണമേ. രാത്രി മുഴുവനും അധ്വാനിച്ചു. ഗലീല കടലിൽ ധാരാളം മത്സ്യങ്ങളുണ്ട്. പക്ഷേ ആ ദിവസത്തെ അധ്വാനത്തിൽ ഏതൊരു നന്മയും അവർക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഏതൊരു അനുഗ്രഹവും അവർക്ക് പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഗലീല കടലിൽ രാത്രി മുഴുവനും വല വീശിയിട്ട് രാവിലെ കടൽക്കരയിൽ നിന്നുകൊണ്ട് പടകും വലയും വൃത്തിയാക്കുന്ന ശിമോനെ കണ്ടു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഏതൊരു നന്മയും കിട്ടിയിട്ടില്ല. അധ്വാനത്തിന് വേറെ കുറവുകളൊന്നുമില്ല. നമ്മുടെ ചില പ്രിയപ്പെട്ടവര് പകലും ജോലിയും രാത്രിയും ജോലി, നൈറ്റും ജോലി. പക്ഷേ നന്മകൾ കയ്യിലുണ്ടോ എന്ന ചോദ്യമാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ശൂന്യതയുള്ള നടുവിൽ, ശൂന്യമായ ഒരു പടകിൽ, ജീവിതത്തിൽ ശൂന്യതകളുടെയും ചോദ്യങ്ങളുടെ നടുവിൽ നിൽക്കുന്ന പത്രോസിനെ കാണുകയും. വളരെ ശ്രദ്ധിക്കുക. പത്രോസിന്റെ വല ശൂന്യമാണ്, പത്രോസിന്റെ പടക് ശൂന്യമാണ്, പത്രോസിന്റെ ജീവിതം ശൂന്യമാണ്, പത്രോസിന്റെ ചിന്തകൾ ശൂന്യമാണ്. എന്നാൽ നിന്നെ കാണുന്ന യേശു നിറയ്ക്കുവാൻ കഴിവുള്ള, സകലത്തിന്റെ നിറവായിരിക്കുന്ന, സകലത്തെ നിറപ്പാൻ കഴിവുള്ള യേശു നിന്നെ കണ്ടിരിക്കുകയാണ്. പത്രോസ്, നിന്റെ ജീവിതം ശൂന്യതയാണോ? നിന്റെ ജീവിതത്തിനകത്ത് നിരാശയാണോ? നിന്റെ ജീവിതത്തിനകത്ത് പ്രതീക്ഷകളില്ലാതെ നിൽക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക. കൂടെ നിൽക്കുന്നവർ ആരും നിറയ്ക്കാൻ കഴിവുള്ളവരല്ല. കൂടെ നിൽക്കുന്നവരാരും നിന്നെ സഹായിക്കാൻ കഴിവുള്ളവരല്ല. പക്ഷേ ഇന്ന് രാത്രിയിൽ, ഇന്ന് പകൽക്കാലത്ത് നമ്മൾ ചിന്തിക്കുക, നമ്മെ തേടി വന്ന കർത്താവിന് നമ്മെ നിറയ്ക്കുവാൻ കഴിയും. പത്രോസിന്റെ ചിന്ത വളരെ ശ്രദ്ധിക്കുക. ശൂന്യതയുടെ നിഴലിൽ നിന്നുകൊണ്ട് നിരാശയുടെ നിഴലിൽ നിൽക്കുമ്പോൾ പത്രോസിന്റെ ചിന്ത നിരാശയുടെ ചിന്തകളല്ല, ശൂന്യതയുടെ ചിന്തകളല്ല. ഇന്ന് മത്സ്യം കിട്ടിയിട്ടില്ല, ഇനി ഒരിക്കലും മത്സ്യം കിട്ടത്തില്ല എന്നുള്ള ചിന്തകൾ പത്രോസിനില്ല. കാരണം ഇനി ഒരിക്കലും മത്സ്യം കിട്ടുകയില്ല എന്ന ചിന്തയുണ്ടായിരുന്നുവെങ്കിൽ ആ പടക് വൃത്തിയാക്കേണ്ട ആവശ്യമില്ല, വല വൃത്തിയാക്കേണ്ട ആവശ്യമില്ല.
വല കഴുകി വൃത്തിയാക്കുമ്പോൾ, പടക് വൃത്തിയാക്കുമ്പോൾ പത്രോസ് പറയുന്നു, ഇന്ന് രാത്രി ശൂന്യതയാണെങ്കിൽ എന്തെങ്കിലും ഒരു നിറയ്ക്കുന്ന രാത്രി എനിക്കുണ്ടാകും, എന്റെ ശൂന്യതകളെ മാറ്റുന്ന ഒരു ദിവസം എനിക്കുണ്ടാകുമെന്ന് അവൻ ചിന്തിക്കുന്നവന്റെ അടുക്കൽ മാത്രമേ യേശുവിനെ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. നീ നിരാശയുടെ പടുകുഴി നിൽക്കുമ്പോൾ, അവൻ ശൂന്യതാബോധത്തിനകത്ത് നിൽക്കുമ്പോൾ, അവൻ വിശ്വാസത്തിനകത്ത് ഉറയ്ക്കാൻ കഴിയണം. ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് നിനക്കുണ്ടെങ്കിൽ നിന്റെ ശൂന്യതയുടെ നടുവിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. നമ്മളാണെങ്കിൽ ജോലി ചെയ്തു, അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, അതിനെ ഉപേക്ഷിക്കണം. പക്ഷേ പത്രോസിനറിയാം, ഇതിൽ കൂടി മാത്രമേ എനിക്ക് ഉയർച്ചയുള്ളൂ എന്ന്. ആ സമയത്ത് യേശു കർത്താവ് വരികയാണ്. നമുക്ക് ശ്രദ്ധിക്കുക, അവയെ മത്സ്യം പിടിക്കുന്ന കടലിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മത്സ്യം പിടിച്ചു കൂട്ടുമ്പോൾ, വലയെടുക്കുമ്പോൾ, വളമെടുക്കുമ്പോൾ നാട്ടുകാരും അവിടെ നിൽക്കുന്നവരെല്ലാം ഓടിക്കൂടും. കുറെ പേർ മത്സ്യം കാണുവാൻ, കുറെ പേർ വാങ്ങുവാൻ, കുറെ പേർ അതിന് സൗജന്യമായി കിട്ടുവാനൊക്കെ ഓടിക്കൂടും. അത് ഏത് വള്ളം വന്നാലും, ഏത് പടക് വന്നാലും, ഏത് വല കരക്കടിപ്പിച്ചാലും ആളുകൾ ഓടിക്കൂടും. പക്ഷേ വലയിലും പടകിലും ശൂന്യത കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും വിട്ടുമാറും, എല്ലാവരും മാറിപ്പോകും. ഇന്ന് പകൽക്കാലം നിന്റെ വല നിറഞ്ഞിരുന്നാൽ കാണാൻ ധാരാളം പേര് വരും, ധാരാളം പേർ വന്നുകൂടും. പക്ഷേ നിന്റെ ജീവിതം ശൂന്യമാണെന്നറിഞ്ഞാൽ വന്നവരെല്ലാം വിട്ടുപോകും. പക്ഷേ നിന്റെ ശൂന്യതയുടെ നടുവിൽ ഇറങ്ങി വരുവാൻ കഴിവുള്ള ഒരേ ഒരു കർത്താവ് മാത്രമേ ഉള്ളൂ. അത് ഞാൻ നിങ്ങളും ആരാധിക്കുന്ന നമ്മുടെ കർത്താവായ യേശു കർത്താവാണ്. പടവ് ശൂന്യമാണ്, പത്രോസിന്റെ വല ശൂന്യമാണ്, പത്രോസിന്റെ ജീവിതം ശൂന്യമാണ്. ഇപ്പോൾ അവന്റെ ചുറ്റുപാടും ശൂന്യമാണ്. കാരണം ഈ ഒഴിഞ്ഞിരിക്കുന്ന പടകിലും ഒഴിഞ്ഞിരിക്കുന്ന വലയുടെയും ചുറ്റും നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിറഞ്ഞ പടകുകളെ അന്വേഷിച്ച് മാറിപ്പോകുന്ന പലരെയും കാണാൻ കഴിയുക. ഇന്ന് പകൽക്കാലം നിന്റെ നന്മ പ്രാപിപ്പാൻ വന്നവര്, നിന്റെ അനുഗ്രഹം പ്രാപിച്ചവര് നിന്റെ ശൂന്യതകളെ കണ്ടുകൊണ്ട് മാറിപ്പോകുകയാണെങ്കിൽ ചരിത്ര അല്പനിമിഷങ്ങൾ കഴിയുമ്പോൾ മാറ്റുവാൻ ദൈവത്തിന് കഴിയുക. ശൂന്യമായ പടകുകളെ നിറച്ചുകൊണ്ട് അനേകരെ ആകർഷിപ്പാൻ കഴിവുള്ള, അനേകർ കടന്നു വരുവാൻ കഴിവുള്ള ഒരു അനുഭവത്തിലേക്ക് നിന്റെ ജീവിതത്തെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ഇന്ന് പകൽക്കാലം തുറന്നു പറയട്ടെ, നിന്റെ ശൂന്യത കണ്ടുകൊണ്ട് മാറിപ്പോയവരെ കണ്ടുകൊണ്ട് നീ ലജ്ജിക്കേണ്ട ആവശ്യമില്ല. നിന്റെ വല നിറയ്ക്കുവാൻ, നിന്റെ പടക് നിറയ്ക്കുവാൻ, അടുത്തുള്ള പടക് കൂടെ നിറയ്ക്കുവാൻ തക്കവണ്ണം ദൈവാത്മാവ് അങ്ങനെ ദൂത് പറയുന്നു. നിന്റെ പടക് നിറയ്ക്കാൻ മാത്രമല്ല, നിന്റെ വല നിറയ്ക്കാൻ മാത്രമല്ല, അടുത്തുള്ള പടകുകളിൽ കൂടെ നിറയ്ക്കുവാൻ തക്കവണ്ണം അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് നിന്റെ ശൂന്യതകളെ മാറ്റുവാൻ എന്റെ യേശുവിനെ കഴിയും. നിന്റെ പടകിൽ ശ്രദ്ധിച്ചു നോക്കിയവർ കാണത്തക്ക രീതിയിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. അതുകൊണ്ട് ദാവീദ് പറഞ്ഞത്, ഞങ്ങളെ പകയ്ക്കുന്നവർ കണ്ടുലച്ചിക്കേണ്ടതിന് നന്മയ്ക്കായിട്ട് ഒരടയാളം ചെയ്യണമേ. അവൻ പത്രോസിന്റെ ശൂന്യമായ വലയെ കണ്ടുകൊണ്ട്, പത്രോസിന്റെ ശൂന്യമായ പടകിനെ കണ്ടുകൊണ്ട് പുച്ഛിച്ചവർ, തള്ളിപ്പറഞ്ഞവർ, അവനെ പഴിച്ചവർ, അവനെ പ്രാധിയവർ, അവനെ ഒറ്റപ്പെടുത്തിയവർ, അവനെ പലരെയും വല്ലാതെ 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 അവനെ മോശമായി സംസാരിച്ച പലരും കാണത്തക്കവണ്ണം 120 വലിയ മത്സ്യ പടകിൽ പിടിച്ചു മുട്ടുവാൻ തക്കവണ്ണം ദൈവത്തിന് കഴിഞ്ഞുവെങ്കിൽ ഇത് പകൽക്കാലം നിന്റെ നിറയ്ക്കുവാൻ ദൈവത്തിന് കഴിയും. യേശു വരുമ്പോ ഗലീല കടൽ ശൂന്യമാണ്. ആകെപ്പാടെ പത്രോസ് 3-4 പേരേ ഉള്ളൂ. പ്രതീക്ഷകളോടെ വന്നവർ എല്ലാവരും പ്രതീക്ഷയില്ലാതെ മാറിപ്പോയി നിൽക്കുമ്പോൾ ശൂന്യത മാത്രം. അടുത്ത വീട്ടിലേക്ക് പോകുമ്പോൾ ഭവനത്തിന്റെ ശൂന്യത, തലമുറകളുടെ ശൂന്യത, തന്റെ പ്രതീക്ഷകളെ കാത്തിരിക്കുന്നവരുടെ ശൂന്യത, എല്ലാം ശൂന്യതകൾ നിലനിൽക്കുമ്പോൾ യേശു കർത്താവിന്റെ അടുക്കലേക്ക് വരിക. വളരെ ശ്രദ്ധിക്കുക, യേശു ആരാണെന്ന് പത്രോസിന് അറിയത്തില്ല. പത്രോസിന്റെ അടുക്കൽ വന്നിട്ട് യേശുവിനോട് പടകിൽ കയറിയിട്ട് പടക് അല്പം ഒന്ന് വെള്ളത്തിൽ നിന്ന് നീക്കണം. അല്പം ഒന്ന് വെള്ളത്തിൽ നീക്കണം. എന്തിനാ?
കർത്താവ് പ്രസംഗിക്കാൻ തുടങ്ങി. കർത്താവ് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. പ്രസംഗം കേൾക്കാൻ ചിലർ വന്നു. നേരത്തെ മത്സ്യം ഉണ്ടാവും നോക്കാൻ വന്നിട്ട് മാറിപ്പോയവരല്ല, പ്രസംഗം കേൾക്കാൻ വന്നു. പ്രസംഗിക്കപ്പെടുന്നിടത്ത് ശൂന്യത മാറ്. നീ ദൈവവചനം ഉയർത്തുന്നു. ദൈവവചനം ഉയർത്തി രണ്ട് വാക്ക് പറയുവാൻ നിനക്ക് കഴിയുമ്പോൾ മാത്രമാണ് നിന്റെ ശൂന്യതകൾ മാറാൻ കഴിയുന്നത്. യേശു പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ കടൽക്കരയിലെ ശൂന്യത മാറി. അവിടെ ആൾക്കാർ വന്ന് പ്രസംഗം കേൾക്കുവാൻ തുടങ്ങി. സ്തോത്രം ഉയർന്നു, അന്യഭാഷ ഉയർന്നു, പ്രാർത്ഥന ഉയർന്നു. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, എത്ര ശൂന്യമായ പടകിനെ നിറയ്ക്കുന്നത് ആത്മീയ ആരാധനയിലാണ്. ദൈവവചനം കേൾക്കുമ്പോഴാണ്, ദൈവവചനം പ്രസംഗിക്കുമ്പോഴാണ്. ഇന്ന് പകൽക്കാലം നിന്റെ ശൂന്യത മാറണമെങ്കിൽ നീ വചനം നിറയ്ക്കണം. നിന്റെ ശൂന്യത മാറണമെങ്കിൽ നീ ദൈവവേല ചെയ്യണം. നിന്റെ ശൂന്യത മാറണമെങ്കിൽ നീ ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യണം. പത്രോസ്, നിന്റെ ശൂന്യത മാറുവാൻ നീ എന്താ ചെയ്തത്? ഞാൻ വലിയ കാര്യമൊന്നും ചെയ്തില്ല, പടകൽപ്പമൊന്നും നീക്കി. ഇപ്പോൾ അസാധ്യമാണ്. കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന പടക്, അവൻ ജോലി ചെയ്ത് ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിൽ പടക് കരയിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനേക്കാൾ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തി അല്പം റെസ്റ്റ് എടുക്കണമെന്ന ചിന്തയുണ്ടായിരുന്നു. പക്ഷേ യേശു പറഞ്ഞപ്പോൾ അതനുസരിച്ചു. ഇന്ന് പകൽക്കാലം നിനക്ക് വിശ്രമിക്കാനുള്ള സമയമല്ല. യേശു പറയുന്ന വാക്കുകളെ കേട്ടുകൊണ്ട്, യേശുവിന്റെ വാഗ്ദത്തങ്ങളെ കേട്ടുകൊണ്ട് പ്രവർത്തിക്കാൻ നീ തയ്യാറാണെങ്കിൽ നിന്റെ പടകിനെ നിറയ്ക്കുക, നിന്റെ വലയെ നിറയ്ക്കുക, നിന്റെ സൂര്യനെ മാറ്റുക, നിന്റെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങളെ ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. യേശു പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ പത്രോസിനോട് പറയുകയാണ്, പടകിന്റെ വലതു ഭാഗത്ത് വല വീശാൻ പറഞ്ഞു. വളരെ ശ്രദ്ധിക്കുക. ഇന്നലെ രാത്രി പടകിന്റെ വലതും ഇടതും വീശിയവനാണ് പത്രോസ്. മത്സ്യമൊന്നും കിട്ടിയിട്ടില്ല. എന്നാൽ ആമേ വീശാൻ പറയേണ്ടവൻ പറഞ്ഞു വീശിയാൽ മത്സ്യങ്ങൾ ധാരാളം അകപ്പെടുവാണ്ടിയായിട്ടില്ല. ഇന്നലെ വരെ നിന്റെ അധ്വാനത്തിനകത്തൊന്നും കിട്ടിയിട്ടില്ലെങ്കിലോ ഇന്ന് പകൽക്കാലം കർത്താവ് വീശാൻ പറയുമ്പോൾ നീ വീശുക. കർത്താവ് ഇന്നലെ വരെ വീശിയിട്ടൊന്നും കിട്ടിയില്ല, ഇന്നലെ വരെ അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല എന്ന ചിന്ത മാറ്റി, ഇന്നലത്തെ ശൂന്യതകളെ മാറ്റിക്കൊണ്ട് ആമേ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനപ്രകാരം, യേശുവിന്റെ വാക്കിൻ പ്രകാരം വല ഇറക്കുവാൻ നീ തയ്യാറാണെങ്കിൽ ആമേ പെരുത്ത മീൻ കൂട്ടം. രാത്രി മുഴുവനും വല വീശിയാൽ ഒരു മത്സ്യം രണ്ട് മത്സ്യം കിട്ടി ആമെ പടകം നിറയുന്നതല്ലാതെ ഒറ്റ വീശലിൽ ആമെ പെരുത്ത മീൻകൂട്ടം കിട്ടുകയും അടുത്തുള്ള ആമെ പടകുകളെ മാടി വിളിച്ചു സഹായിക്കണമെന്ന് വിളിച്ചു പറഞ്ഞ എല്ലാ പടകുകളെ നിറയ്ക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞു. ഇന്ന് പകൽക്കാലം നീ ശൂന്യമായിരിക്കുമ്പോൾ വന്നൊരു ദൂത് പറഞ്ഞ് മടങ്ങിപ്പോകുവാൻ ആഗ്രഹിക്കുന്നതല്ല നമ്മുടെ ദൈവം. നിന്റെ കർത്തവ്യങ്ങളുടെ നടുവിൽ വന്ന് ആമെ എന്തെങ്കിലും ഒരു പ്രവചനം പറഞ്ഞ് മാറിപ്പോകാൻ നിൽക്കുന്നവരല്ല. ഇന്ന് പകൽക്കാലം ആ ദൈവം നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുക, നിന്റെ വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തുക, നിന്റെ ജീവിതത്തിനകത്ത് വേദനകൾക്ക് മറുപടി തരുവാൻ ദൈവത്തിന് കഴിയും. ആമേ പത്രോസിന്റെ വാക്ക് കേട്ട് ആമേ വല വീശി ആമേ അവന്റെ പടക് നിറഞ്ഞു. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ വാക്ക് കേട്ടുകൊണ്ട്, കർത്താവിന്റെ വാക്കനുസരിച്ച് ആമേ നീ വല വീശിയ നിന്റെ പടക് നിറയുക, നിന്റെ ഭാവനം നിറയുക, നിന്റെ സഭ നിറയുക, നിന്റെ ശുശ്രൂഷകൾ ഉള്ളതായി മാറ്റപ്പെടും. അവന്റെ പടവ് നിറയണമെങ്കിൽ കർത്താവിന്റെ വാക്ക് കേട്ടുകൊണ്ട് അവൻ വല വീശണം. അവൻ ഈ പെരുത്ത മീൻകൂട്ടം പിടിച്ച് അത്ഭുത പരതന്ത്രായി നിൽക്കുന്ന ശീമോനെ നോക്കിക്കൊണ്ട് യേശു പറഞ്ഞു, നീ എന്റെ പിന്നാലെ വരിക, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. വളരെ ശ്രദ്ധിക്കുക. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതിരിക്കുമ്പോൾ ആമേ പടകിന്റെ വന്ന പദ്ധതികൾ ശ്രദ്ധിക്കുക. ഇതിനകത്ത് ഒന്ന് രണ്ട് അർത്ഥങ്ങളുണ്ട്. ഒന്ന്, മത്സ്യം കൂടുതൽ പിടിക്കപ്പെടുന്നത് രാത്രിയിലാണ്. വലയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ മത്സ്യം കിട്ടുന്നത് രാത്രിയിലാണ്. പകൽ മത്സ്യം വളരെ കുറച്ചായിട്ട് കിട്ടുന്നത്. കാരണം മത്സ്യങ്ങൾ വെളിച്ച് കാണുമ്പോൾ ആമേ ഈ പടകൊക്കെ കാണുമ്പോൾ അകന്നു പോകാൻ സാധ്യതയുണ്ട്. രണ്ട്, ആമേ മത്സ്യം കൂടുതൽ കിട്ടുന്നത് ആഴക്കടലിലാണ്. ഇപ്പോൾ നിൽക്കുന്നത് ശ്രദ്ധിക്കുക. കടൽക്കരയിൽ അല്പം മാത്രം മാറ്റിയാണ് പടക് നിൽക്കുന്നത്. അവയെ സാധ്യതകളില്ലാത്തടത്ത്, സാഹചര്യങ്ങളില്ലാത്തടത്ത്
കർത്താവിന്റെ വാക്കിൽ പ്രവർത്തിച്ചപ്പോൾ അത്ഭുതം നടന്നു. ഹല്ലേലൂയ. ആ അത്ഭുതം എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതത്തിന്റെ ചെറിയൊരു നിഴലാണ്. നിന്റെ ജീവിതത്തിനകത്ത് സംഭവിക്കുന്ന ഏതൊരു അത്ഭുതമോ വെളിപ്പെടാനുള്ള വലിയ അത്ഭുതത്തിന്റെ ചെറിയ നിഴലാണ്. ചെറിയൊരു അത്ഭുതം നടന്നപ്പോൾ യേശു വലിയൊരു ദൂത് പറഞ്ഞു. ഇത് പകൽക്കാലം നിന്റെ ജീവിതത്തിൽ ചെറിയൊരു അത്ഭുതം നടന്നാൽ, ചെറിയൊരു അടയാളം നടന്നാൽ ഒരു വലിയ ദൂത് വെളിപ്പെട്ടു വരും. യേശു പറഞ്ഞു, പത്രോസേ, ഈ പിടിച്ച മത്സ്യത്തെ നോക്കിക്കൊണ്ട്, ഈ പടകിനെ നോക്കിക്കൊണ്ട്, ഈ വലയെ നോക്കിക്കൊണ്ട് നിൽക്കുവാനല്ല, എന്റെ പിന്നാലെ വന്നാൽ നീ മനുഷ്യരെ പിടിക്കുന്നവരായി മാറ്റപ്പെടും. ഇന്ന് പകൽക്കാലം നീ കണ്ട അത്ഭുതം, നീ പ്രാപിച്ച അത്ഭുതം, ഇന്ന് പകൽക്കാലം വരുവാനുള്ള വലിയ വലിയ അത്ഭുതങ്ങളുടെ ആരംഭമാണ്. അടയാളങ്ങളുടെ ആരംഭമാണ്. കാനാവിൽ കല്യാണത്ത് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ കർത്താവ് പറയുന്നു, ഇന്ന് നിന്റെ ജീവിതത്തിൽ സംഭവിച്ച സകല അത്ഭുതങ്ങള് നീ കാണുവാൻ പോകുന്ന, നീ അനുഭവിക്കാൻ പോകുന്ന വലിയ അത്ഭുതങ്ങളുടെ മുൻകുറിയാണ്. യേശു പറഞ്ഞു, നീ എന്റെ പിന്നാലെ വരിക, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുക. ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ വിളിച്ചത് മനുഷ്യരെ പിടിക്കുന്നവരാക്കുക. ചിലരെ പാപത്തിൽ നിന്ന് വിടുവിക്കുക, ചിലരെ നരകത്തിൽ നിന്ന് വിടുവിക്കുക, ചിലരെ ആത്മഹത്യയിൽ നിന്ന് വിടുവിക്കുക, ചിലരെ ലഹരിയിൽ നിന്ന് വിടുവിക്കുക, ചിലരുടെ തകർച്ചകളിൽ നിന്ന് വിടുവിക്കുക, ചിലരെ ലോകത്തിൽ നിന്ന് വിടുവിക്കുക, ചിലരെ പൈശാചിക മണ്ഡലത്തിൽ നിന്ന് വിടുവിക്കുക. ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം എന്റെ പിന്നാലെ വരിക, യേശുവിന്റെ പിന്നാലെ വരിക. യേശുവിന്റെ പിന്നാലെ നീ ഇറങ്ങിച്ചെന്ന അവൻ ചിലതിനെ പിടിച്ചെടുക്കുക, ചിലതിനെ നേടിയെടുക്കുക, ചിലതിനെ കൊണ്ടുവരുക, ചിലതിനെ അഭിഷേകം ചെയ്യുക, ചിലതിനെ വിളിപ്പാൻ, ചിലർക്ക് രോഗശാന്തി നൽകുക. യേശുവിന്റെ പിന്നാലെ വന്നാൽ, യേശുവിന്റെ പിന്നാലെ വന്നാൽ അവൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്ക്. അവൻ പടവും വലയും വിട്ട് പത്രോസ് യേശുവിനെ അനുഗമിച്ചു. പടകും വലയും വിട്ട് പത്രോസ് യേശുവിനെ അനുഗമിച്ചു. 3 വർഷത്തോളം യേശുവിന്റെ പുറകെ നടന്നു, യേശുവിന്റെ പുറകെ നടന്നു. ഇന്ന് പകൽക്കാലം ആമി പടക് വിട്ടിറങ്ങിയാലോ, അവൻ വല വിട്ടിറങ്ങിയാലോ, ആമി വായ്തത്വം കേട്ടാലോ ഉടനെ ഒന്നോ ഹല്ലേലൂയ. ചിലത് കണ്ടെന്ന് വരത്തില്ല, ചിലത് കാത്തിരിക്കണം, ചിലത് പിന്നാലെ നടക്കണം. 3 വർഷം നടന്നു. അത് യേശു ക്രൂശിക്കപ്പെട്ടു. അവൻ 3 നാൾ ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റ് യേശു പറഞ്ഞു, ആമേ ഹല്ലേലൂയ, നിങ്ങൾ സിയോൻ മാളിക മുറിയിൽ കാത്തിരിക്കണം. ഇന്ന് പകൽക്കാലം വായ്തത്വം കേട്ട, ദൂത് കേട്ട ദൈവത്തിന്റെ ജനമേ, പാട്ടുപാടി പോകാനല്ല, പ്രസംഗിച്ചു പോകാനല്ല, വായ്തത്വം കേട്ടതുപോലെ ദൈവസന്നിധിയിൽ കാത്തിരുന്ന ചിലത് പ്രാപിക്കാൻ നീ തയ്യാറാകണം. അവയെ സഹിയോൻ മാളിക മുറിയിൽ കാത്തിരുന്ന പത്രോസിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. കൂടിയിരുന്നവരിൽ പരിശുദ്ധാത്മാവ് വന്നു. പരിശുദ്ധാത്മാഭിഷേകം എവിടെ വരുമോ അവിടേക്ക് വായ്തത്വങ്ങൾ നിവർത്തീകരിക്കപ്പെടും. ദൈവാത്മാവ് ഞാൻ പറയട്ടെ, നിന്റെ മേൽ ശക്തമായ അഭിഷേകം വന്നാൽ, നിന്റെ മേൽ ശക്തമായ ദൈവാത്മാ സാന്നിധ്യം വന്നാൽ, അവൻ നിന്റെ മേൽ പകർന്നിരിക്കുന്ന വായ്തത്വങ്ങൾ നിവർത്തീകരിക്കപ്പെടുവാനിടയായി തീരും. പത്രോസ് എഴുന്നേൽക്കുന്നു. ഒറ്റ പ്രസംഗത്ത് 3000 പേരെ പിടിക്കുവാൻ കഴിഞ്ഞു. ഒറ്റ പ്രസംഗത്തിൽ 3000 പേരെ പിടിക്കുവാൻ കഴിഞ്ഞു. ഇത് പകൽക്കാലം ആത്മസാന്നിധ്യത്തെ, ആത്മകൃപയെ അവൻ നിന്റെ മേലിനാൽ യേശു പറഞ്ഞു, എന്റെ പിന്നാലെ വരിക, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുക. ഇന്ന് പകൽക്കാലം യേശുവിന്റെ പിന്നാലെ പോയാ, യേശുവിന്റെ പുറകെ പോയാ നിനക്കൊരു ഗുണമുണ്ടാകുക. നീ അനുഗ്രഹിക്കപ്പെടുവാനിടയായിത്തീരും. എല്ലാ കണ്ണുകളും ദൈവം ശ്രദ്ധയട്ടെ. എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ദൈവം